ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഒരു സൈഡ് വേസ് മൊമെൻറ്റമാണ് കാണുന്നത്. എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പി എ ബൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പണായിട്ട് ഒരു മേളിലേക്ക് ഒരു മൊമെൻറ്റം ചെയ്തു, ഗ്യാപ്പിനെ ഫില്ല് ചെയ്തു. അപ്പോൾ എല്ലാവരും ഗ്യാപ്പിനെ ഫില്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇനിയും താഴത്തോട്ട് വീഴുമെന്ന് വിചാരിച്ച് എല്ലാവരും ഇപ്പം നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെ എല്ലാവരും സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും സെല്ല് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് തീർച്ചയായിട്ടും എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി മേളിലോട്ട് പോകാനാണ് പിന്നെ കൂടുതൽ സാധ്യത. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് വലിയ ക്വാണ്ടിറ്റിയിലൊന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു ക്വാണ്ടിറ്റി തന്നെ ട്രേഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്താ ചെയ്യേണ്ടത്. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്ന് ഫിബോയും കൂടെ പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ 0.6 ഒരു ലൈൻ ഡ്രോ ചെയ്തേക്കാം. അപ്പം ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് ഇപ്പോഴും മാർക്കറ്റ് കാണിക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം ഉണ്ടാവാനാണ് ചാൻസസ് ആണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഇപ്പം ഈ ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിലത്തെ ക്യാൻഡിലോ നോക്കി ബൈ ചെയ്തിരിക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ നമ്മളുടെ ലൈൻ ഓക്കെ, നമ്മളേതായാലും 641 അല്ലേ, കറക്റ്റ് 641 നമ്മൾ ലൈൻ ഡ്രോ ചെയ്ത് വച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലൈനിനെ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു പി സൈഡ് എൻട്രി എടുക്കാം, പി ബൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻഡിലിൻ്റെ ക്ലോസ് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഈ നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മളുടെ ട്രേഡിൽ എൻട്രി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് കാണിക്കുന്നത്, പക്ഷേ സ്ട്രോങ് ക്യാൻഡിൽസുമാണ് കാണിക്കുന്നത്. ഈ ഒരു നമ്മുടെ ഒരു ക്യാൻഡിലിൽ റിജക്ഷൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം ഏതായാലും എന്താ സംഭവിക്കുന്നത്. ട്രേഡേഴ്സ്, നമ്മുടെ ലൈനിൽ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ ട്രേഡിലും എൻ്റർ ചെയ്തേക്കാം. ഓക്കെ, ബ്രേക്ക് ഡൗൺ കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ കിട്ടി എക്സാക്ട്ലി നമ്മൾ വിചാരിച്ചിരുന്ന പോയിന്റിൽ തന്നെ നമുക്ക് നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ട്രേഡ് എടുത്ത് കുഴപ്പമില്ല, ഞാനോടത്ത് ട്രേഡ് എടുത്ത ഉടനെ തന്നെ റിജക്ഷൻ ആണെന്ന്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റുമാണ് വയ്ക്കുന്നത്. പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ കൂടെ മനസ്സിലാവാൻ ഞാൻ ട്രേഡ് അവസാനിച്ചതിന് ശേഷം ലോജിക്കും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക. ഓക്കെ, ഏതായാലും ഇപ്പം നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ചാർട്ടിലൊന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആണെങ്കിൽ ഒരു നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ആയിരിക്കും. ഇപ്പം നമ്മൾ ചെറിയ ലോസ് എന്ന് പറയാൻ പറ്റില്ല, കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഒരു 3800 വല്ലതും ലോസ് കൊടുത്ത് ഇറങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, സാധാ കൊടുക്കുന്ന പോലെ തന്നെ. അല്ലെങ്കിൽ ഒരു 5000+ പ്രോഫിറ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും നമ്മുടെ എഗനിസ്റ്റാണ് നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യണത്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് കൊടുത്തിടാം. 308 കിട്ടിയത്. അപ്പോൾ 270യും 271 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 270യും 271. അപ്പോൾ നല്ലൊരു ലോസാണ്. 2000 രൂപയുടെ ലോസ് റൺ ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി നമ്മുടെ അവിടെ ബ്രേക്ക് ഡൗൺ തന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് അപ്സൈഡ് മൊമെൻറ്റമാണ്. ഓക്കെ, ഏതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാം. 270യും 271 കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 2000 രൂപയുടെ ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.
ട്രേഡേഴ്സ് മാർക്കറ്റ് ഏകദേശം നമ്മളുടെ ടാർഗറ്റിനോട് അടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ലോസിനെ മാറ്റി നമുക്ക് നമ്മുടെ ടാർഗറ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പം 358 വരും. അയ്യോ 358 നമ്മളെപ്പോഴും ടാർഗറ്റ് കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഓക്കെ കൊടുത്ത്, പക്ഷേ 350 നിന്ന് അത് റിവേഴ്സായിട്ടുണ്ട്. എപ്പോഴും ടാർഗറ്റ് കൊടുക്കാനായിട്ട് വരുമ്പോൾ ഇതാണ് നമുക്ക് ഓപ്ഷൻസിലുള്ളൊരു പ്രശ്നം. നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും രണ്ടും കൂടെ കൊടുത്തിടാൻ പറ്റില്ല. അത് കൊടുത്തിടാൻ പറ്റിയ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും, പക്ഷേ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കണ്ടോ, എക്സാക്ട്ലി മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിൻ്റെ അവിടെ നിന്ന് 50 കാണിച്ച് 50 വരെ വന്നു. നമ്മൾ 58 നമ്മളുടെ ടാർഗറ്റ് വെച്ചത്. ഞാൻ ആ പ്രീമിയത്തിൻ്റെ ചാർട്ടും കൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ടാർഗറ്റ് വെച്ചത് 58 ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ 5 മിനിറ്റ്സ് ക്യാൻഡലിനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതാണ്ട് ഈ ക്യാൻഡലിൻ്റെ ഹൈ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50 കറക്റ്റ് 50 വന്നിട്ട് അവിടുന്ന് ഒരു റിജക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല, തിരിച്ച് കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടോ മാർക്കറ്റ്. അപ്പം വെയിറ്റ് ചെയ്യുക എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു റെഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇടയ്ക്കുന്ന് ഇറങ്ങാൻ സാധ്യതയില്ല. ഇടയ്ക്ക് വെച്ച് ഇറങ്ങില്ല. അപ്പോൾ ഏകദേശം ഒരു 2000+ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് ഏകദേശം നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാറായിട്ടുണ്ട്. 358 നമ്മളുടെ ഓക്കെ
നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ലോജിക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം പുതിയതായിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ലോജിക്കും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രേഡിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു ഈ ക്യാൻഡിലിൻ്റെ ഫിബോ റിട്രേസ്മെൻറ്റ് ഡ്രോ ചെയ്ത് ഒരു 0.6 നമ്മൾ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. ആ ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മളുടെ ട്രേഡിൽ എൻ്ററായി ജസ്റ്റ് ഒരു 5000 പ്ലസിൻ്റെ പ്രോഫിറ്റും ബുക്ക് ചെയ്തു. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് ലോജിക്ക്.